മോഹൻലാലിന് ആക്ട് ചെയ്യാൻ അറിയില്ല. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർക്കെങ്കിലും കുറച്ച് മറുപടികൾ പെട്ടെന്ന് മനസ്സിൽ വരാറുണ്ട്. ചിലർക്കത് മമ്മൂട്ടിയാവാം, മെസ്സി ആവാം, ഇഷ്ടപ്പെട്ടൊരു ബാൻഡ് ആവാം, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാം. പലപ്പോഴും നമ്മൾക്കിതൊന്ന് പറഞ്ഞു ബോധിപ്പിക്കാതെ സമാധാനം കിട്ടാറില്ല. ഒരു ട്രിഗർ എന്താണ് ചിലരോട് മാത്രം നമുക്ക് ഇങ്ങനെ തോന്നാറുള്ളത്? എന്താണ് ഈ സിറ്റുവേഷനിൽ മനസ്സിൽ നടക്കുന്നത്? ഈ ഒരു ട്രിഗർ കാരണം പക്ഷം പിടിക്കുക, പേഴ്സണൽ ഒപ്പീനിയൻസ് മുതൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരെ എത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫാൻസ് ആവുന്നത് ഒരു ഡിസിഷൻ അല്ല. ആരും ഒരു ദിവസം എഴുന്നേറ്റ് ഇന്നു മുതൽ ഞാൻ ഇവന്റെ ഡൈഹാർഡ് ഫാനാണ് എന്ന് വിചാരിക്കാറില്ലല്ലോ. അത് പതുക്കെയാണ് സംഭവിക്കുന്നത്. ഒരു വീഡിയോ, പിന്നെ വേറൊരെണ്ണം, റീൽസ്, ഇന്റർവ്യൂസ്, മാച്ചസ്, മൂവീസ്, അറിയാതെ തന്നെ ആ ഫേസ് നമുക്ക് ഫെമിലിയർ ആയി തുടങ്ങും. പിന്നെ ഫെമിലിയർ ആയത് ഇഷ്ടമായി മാറും. സൈക്കോളജിയിൽ ഇതിനൊരു പേര് പറയുന്നുണ്ട്, നിയർ എക്സ്പോഷർ ഇഫക്റ്റ്. പക്ഷെ ഫാൻ ബേസ് ഇവിടെ അല്ല തുടങ്ങുന്നത്. റിയൽ ചേഞ്ച് അതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ഒരു സ്പെസിഫിക് ആളെ തന്നെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ടാലന്റ് മാത്രമല്ല. ഒരു സിനിമാ ക്യാരക്ടറിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ഇമോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഫുട്ബോളറിൽ നിങ്ങൾ ഒരിക്കൽ ആവാൻ ആഗ്രഹിച്ച വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ക്രിയേറ്ററിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോട്ടീസ് ചെയ്തോ? നിങ്ങൾ അവരെ അഡ്മയർ മാത്രമല്ല ചെയ്യുന്നത്, അറിയാതെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ അവർക്ക് ഒരു സ്ഥാനം കൊടുത്തു. ഐഡന്റിറ്റി ഫ്യൂഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ചർ അറിയാതെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായി മാറുന്നു. അതുകൊണ്ടാണ് ആരെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവരെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയല്ല, നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അച്ഛന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും അവന്റെ മകനെ ഇൻസൾട്ട് ചെയ്താൽ അയാൾക്ക് വേദനിക്കും. പക്ഷെ വേറൊരു കുട്ടിയെ ഇൻസൾട്ട് ചെയ്താൽ അത്ര റിയാക്ഷൻ ഉണ്ടാവില്ല. ടീച്ചർ സ്റ്റുഡന്റ് സിറ്റുവേഷനും ഇത് തന്നെയാണ്. വേറൊരു ക്ലാസ്സിലെ കുട്ടിയെ ഇൻസൾട്ട് ചെയ്താൽ ടീച്ചറിന് അത്ര പേഴ്സണലായി തോന്നാറില്ല. പേഴ്സണലായി തോന്നാത്തത് എന്താണ്? അത് എന്റെ ആളാണ് എന്നുള്ള തോന്നൽ ടീച്ചർ സ്റ്റുഡൻസിനിടയിൽ ഉണ്ടാവും, അച്ഛൻ മകനിടയിൽ ഉണ്ടാവും. ഫാൻ ബേസിൽ സംഭവിക്കുന്നത് ഇതിന്റെ വേറൊരു വെർഷനാണ്. പക്ഷെ ഇപ്രാവശ്യം ആ എന്റെ ആൾ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളാവാം. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങൾ പറയും, അബ്യൂസ് ചെയ്യും, പേഴ്സണൽ അറ്റാക്സ് ചെയ്യും. പിന്നെ കുറച്ചു കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ എന്തിനാ പറഞ്ഞത് എന്ന് തോന്നും. പ്രോബ്ലം കമന്റിലല്ല, ആ നിമിഷത്തിൽ റിയാക്ട് ചെയ്തത് ഐഡന്റിറ്റിയും ഇമോഷൻസുമാണ്. പക്ഷെ ഇത് മോശമാണോ? അല്ല. ഒരു ഫാൻ ആകുന്നത് തെറ്റല്ല. ഫാൻ ബേസ് ഇല്ലായിരുന്നെങ്കിൽ സ്പോർട്സ് ഇത്രയും എക്സൈറ്റഡ് ആവില്ലായിരുന്നു, സിനിമ ഇത്രയും ഇമോഷണൽ ആവില്ലായിരുന്നു, ക്രിയേറ്റേഴ്സ് ഇത്രയും ഇൻസ്പയർ ചെയ്യില്ലായിരുന്നു. ഫാൻ ബേസസ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്നു, മെമ്മറീസ് ഉണ്ടാക്കുന്നു. അതിന്റെ ബ്യൂട്ടി അതാണ്. പക്ഷെ അവരുടെ വർക്ക് അഡ്മയർ ചെയ്യുക, അവരിൽ നിന്ന് പഠിക്കുക, അവരുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നതിലപ്പുറം നിങ്ങൾ ആരാണെന്ന് മറക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. എനിക്ക് തോന്നുന്നത് ഈ ഫീലിംഗ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. അത് നോർമലാണ്. ഞാനും നിങ്ങളും എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് ടൈം ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്യും. അത് മതി. ഒരു സെക്കൻഡ് അവയർനെസ് ഓൾറെഡി ഗെയിം ചേഞ്ചറായി മാറും. അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളുടെ ഫേവററ്റ് ആക്ടറിനെയോ ഫുട്ബോളറിനെയോ ക്രിയേറ്ററിനെയോ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ കമന്റ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നിർത്തി, മേ ബി നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത് അവരെ ആയിരിക്കില്ല, നിങ്ങളുടെ ഐഡന്റിറ്റിയെ തന്നെ ആയിരിക്കും. ഒരു കമന്റ് ഡിഫെൻഡ് ചെയ്യാൻ പോയി ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ലൂസ് ചെയ്യും. ആ സിറ്റുവേഷനിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ആളുടെ ഐഡന്റിറ്റിയാണ് ജഡ്ജ് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ജഡ്ജ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം ക്യാരക്ടർ തന്നെയാണ്.